ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, വലിയ വിമർശനം സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. സർക്കാരിനെ സംശയ നിഴലിൽ നിർത്തുകയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ഹിന്ദു സംഘടനകൾ. അങ്ങനെ ഒരു സംശയം സർക്കാരിൽ ചെലുത്തേണ്ടുന്ന കാര്യമുണ്ടോ? ഇത് അയ്യപ്പനെ ആഗോള തലത്തിൽ ശബരിമല എന്ന ഒരു ക്ഷേത്രത്തെ ആഗോളതലത്തിൽ കൊണ്ടുവരിക, ആഗോള ശ്രദ്ധയാകർഷിക്കുക, ആ ദർശനങ്ങൾ ലോകത്തിന് പരിചിതപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി നടത്തുന്ന സംഗമമാണ് എന്നത് സർക്കാർ ഇതിനോടകം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു നീക്കത്തെ സംശയദൃഷ്ടിയിൽ നിർത്തേണ്ട, സംശയത്തോടെ കാണേണ്ടുന്ന സാഹചര്യമുണ്ടോ? രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, സ്വാമി അയ്യപ്പൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചൊരു ദൈവമാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഏതൊരു അയ്യപ്പ സംഘവും അങ്ങനെ സർക്കാരോ ദേവസ്വം ബോർഡോ വിളിക്കുന്നത് നല്ലതാണ്, നന്മയുള്ള സ്വാഗതാർഹമായ നടപടിയാണ്. എന്നാൽ അതോടൊപ്പം വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റ്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ അവർ അടക്കം അഡ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത് ദിനേഷ് കുമാർ എംഎൽഎ സാർ അടക്കം ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അടക്കം ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ കേസ് പിൻവലിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ അടക്കമുള്ളവരുടെ കേസ് പിൻവലിച്ചിട്ടില്ല. അപ്പൊ അത്തരം കേസുകൾ പിൻവലിക്കാനുള്ള ഒരു നടപടി എടുക്കാൻ നന്നായിരിക്കും. രണ്ട്, ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ അഭിപ്രായം. രാവിലെയൊക്കെയും പ്രതികരണം തേടുമ്പോൾ കേസ് പിൻവലിക്കുന്ന കാര്യം പറഞ്ഞു. കേസ് ചില അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസാണല്ലോ, അത് മറ്റൊരു വശമാണല്ലോ. ഇതിൽ പെടുത്തി ഞങ്ങൾക്കുള്ള കേസൊക്കെ ഒഴിവാക്കി തരൂ എന്ന് ചോദിക്കുന്നത് അയ്യപ്പനോടുള്ള വിശ്വാസക്കുറവായി മാത്രമേ മറ്റു കേൾക്കുന്നവർക്ക് തോന്നൂ. കാരണം അയ്യപ്പന് വേണ്ടി ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ കേസെല്ലാം ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന്. ഈ വരുന്നവരാരുമേ പ്രൊഫഷണൽ പ്രൊട്ടസ്റ്റേഴ്സ് ഒന്നും അല്ല. നമ്മളെല്ലാം സാധാരണ സ്വാമി അയ്യപ്പന് വേണ്ടി നിരത്തിലിറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്തതാണ്. ഒരുപക്ഷെ രേണുജിക്ക് ഓർമ്മ കാണും, ഞാനടക്കമുള്ള ഒരുപാട് പേർ ഇറങ്ങിയപ്പോൾ ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്കെതിരായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി അനുകൂലിച്ചില്ല, എല്ലാവരും സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായത്തെ അനുകൂലിക്കുകയായിരുന്നു. ആദ്യം ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. അന്ന് മുത്തശ്ശിയുടെ പ്രായം 83. രണ്ടാമത് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. മൂന്നാമത് ഞാനും പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ്. ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് ആദിവാസി അമ്മമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം കേസടക്കം ഈ വിശ്വാസി സമൂഹത്തോട് നല്ല ബന്ധത്തിലാണ് പോകാൻ ആഗ്രഹമെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം. ഇലക്ഷൻ വർഷമാണ്, അതിൻ്റെതായ ഇലക്ഷന്റെ ഒരു സബ് ടെക്സ്റ്റ് കാണാം, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഏത് ഹൈന്ദവ പ്രസ്ഥാനങ്ങളും സംഘപ്രസ്ഥാനങ്ങളടക്കം മാതാ അമൃതാനന്ദമയി ദേവിയുടെ അവിടുത്തെ ആൾക്കാർ, ശ്രീ രവിശങ്കറിന്റെ അവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് അവിടെ സേവനവും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ എല്ലാരെയും കൂടി വിളിക്കുകയും കൂടെ വേണം. അതായത് യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ നമുക്ക് എല്ലാം അറിയാം, അദ്ദേഹത്തിന്റെ ഒരു നിലപാടിന്റെ പിടിവാശിയായിരുന്നു യഥാർത്ഥത്തിൽ ശബരിമല യുവതികളെ കയറ്റാൻ കാരണമായത്. CPM തന്നെയുള്ള പല മുതിർന്ന നേതാക്കളും ഇതിനോട് എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നു. പേരെടുത്ത് പറയാം, ഇനിയും പറയാമല്ലോ. നമ്മുടെ പത്മകുമാർ സാർ അടക്കം, CPM പത്തനംതിട്ടയിലെ വളരെ മുതിർന്ന പത്മകുമാർ സാർ അടക്കം ഇതിനോട് എതിർത്തിരുന്നു, ഞങ്ങളെ അടക്കം സപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസിലെ വലിയൊരു വിഭാഗം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ വിധിയാണ് അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുന്നു. അപ്പം വിശ്വാസ സമൂഹമായി പുതിയൊരു തുടക്കമായിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പിന്നെ 778 കോടിയുടെ വികസന പദ്ധതികൾ വരുന്നു എന്ന് പറയുന്നു. ആഗോള അയ്യപ്പ സംഘവും വിളിക്കുമ്പോൾ വിശ്വാസികളെ പോസിറ്റീവായി വിശ്വാസം എടുക്കുകയല്ലേ പറയുന്നതാണ്. ശബരിമലയെ വേൾഡ് വൈഡ് ആയിട്ട് ബ്രാൻഡ് ചെയ്യണമെന്നൊക്കെ നല്ല കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാലും വിശ്വാസി സമൂഹത്തോട് പുതിയൊരു തുടക്കമല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ CPM ആഗ്രഹിക്കുന്നത്. രാഹുൽ ഇപ്പോൾ പറഞ്ഞത് ചില നിർദ്ദേശങ്ങളാണ്. എന്ന് വെച്ചാൽ സർക്കാർ ഈ ആഗോള സംഗമവുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന് ഇതും ഒക്കെ കൂടി ചെയ്യാം, ഞങ്ങളുടെ കേസ് ഒഴിവാക്കാം, ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യാം, അത് ചില നിർദ്ദേശങ്ങളാണ്. ഞാൻ ചോദിച്ചത് അതല്ല. ചിലർ സർക്കാരിനെ സംശയ നിഴലിൽ നിർത്തുകയാണ്. സർക്കാരിന് എന്ത് അധികാരം ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ എന്ന് ചോദിക്കുകയാണ്. ആട്ടിൻ തോലിട്ട ചെന്നായി ആ സ്വഭാവമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ സംഗമം വിളിക്കുന്നതിലൂടെ മനസ്സിലാകുന്നതെന്ന് പറയാണ്. അങ്ങനെ ഇതിനെ വിമർശിക്കാനുള്ള എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെയല്ല. അത് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടേതായ നിലപാട് കാണും. പക്ഷെ കുമ്മനം ചേട്ടനെ പോലെ ഒരാൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം കുമ്മനം ചേട്ടന്റെ ഫസ്റ്റ് ഐഡന്റിറ്റി ഒരു ഹിന്ദു വിശ്വാസിയോ അയ്യപ്പ ഭക്തൻ എന്നുള്ളതാണ്. അതിനുശേഷമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വരും. മുമ്പ് G. സുധാകരൻ സാറ് ദേവസ്വം ബിൽ അടക്കം വന്നപ്പോൾ കുമ്മനം ചേട്ടന്റെ അടക്കമുള്ള നിർദ്ദേശങ്ങളെ ബഹുമാനത്തോടെയും മറ്റും പരിഗണിക്കുകയും ചെയ്തു. ശശി തരൂർ സാർ അടക്കം കുമ്മനം ചേട്ടനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം, കാവി ഇടാത്ത സന്യാസിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അടക്കം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യണം. അവിടെയാണ് ഹിന്ദു സംഘടനാ പ്രതിനിധികളെ, സംഘപ്രസ്ഥാനങ്ങളെ, NSSനെ, SNDPയെ, ബാക്കി ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ, അയ്യപ്പ സേവാ സംഘമുണ്ട്, അയ്യപ്പ സേവാ സമാജമുണ്ട്, ഇവരെല്ലാം ഉണ്ടാവുമോ എന്നറിയില്ല. അവിടെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. വലിയൊരു ആഗോള അയ്യപ്പ
സംഗമം നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സാമുദായിക സംഘടന അയ്യപ്പ ഇവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു കാര്യമാണ്. ശരി, അയ്യപ്പ ധർമ്മസേനയ്ക്ക് എന്തായാലും ഇപ്പോൾ സർക്കാർ ഇങ്ങനെ നടത്തുന്ന ഈ മഹാസംഗമത്തിനോട് എതിർപ്പില്ല. രാഹുൽ തന്നെ ആദ്യം ഇതിന്റെ വാർത്ത വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. ആ നിലപാടിൽ രാഹുൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, ഡീറ്റെയിൽസ് വേണം. എല്ലാ അയ്യപ്പ ഇപ്പൊ എന്താ ഒരു അയ്യപ്പ ഭക്ത നിലയിൽ ഞാൻ എന്ത് പറയണം, അങ്ങനെ സംഗമം നടത്താൻ പാടില്ലെന്ന് പറയണം. ശരി, പകരം CPM ചെയ്യേണ്ടത് മറ്റുള്ളവരും അയ്യപ്പ ഭക്തരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ ഈ രീതിയിലുള്ള അഭിപ്രായം പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. രാഹുൽ തുടരുക. പിന്നു മഹാദേവ് കൂടി നമുക്കൊപ്പം